വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ രാവിലെ വീഡിയോ ഒന്നും ചെയ്യാറില്ലായിരുന്നു. ഞാൻ രാവിലെ എടുത്താലും വൈകുന്നേരമാണ് ഇടാറ്. അപ്പോൾ ഇന്നൊരു സന്തോഷമുള്ളൊരു ദിവസമായതുകൊണ്ട് ആ സന്തോഷത്തോടുകൂടി നിങ്ങൾക്കും ആ സന്തോഷം എന്താണ് എന്ന് ഞാൻ പറഞ്ഞറിയിക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യാവുന്ന നമ്മൾ പരീക്ഷണ ശേഷം മാത്രമാണ് നിങ്ങളിലേക്ക് എന്തെങ്കിലും ഒരു കാര്യം ഇട്ട് തരുള്ളൂ, കറക്റ്റായിട്ട് പറഞ്ഞു തരുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഒരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരുപാട് ലോട്ടറിയൊക്കെ എടുത്ത് പരീക്ഷിക്കുന്നവരാണ് നിങ്ങളെല്ലാവരും. അപ്പോൾ ആ ലോട്ടറി അടിക്കാനുള്ള എളുപ്പ വഴി എന്താണെന്ന് ഒരാൾ നമ്മൾ നേരിൽ വന്ന് ചോദിച്ചു. അപ്പം നമ്മളതിന് കറക്റ്റായിട്ടൊരു ഉത്തരം പറഞ്ഞു. അത് നിങ്ങൾക്കും കൂടി ഒന്ന് ഉപകാരപ്പെട്ടെന്ന് വിചാരിച്ചാണ് പറയണത്. ഞാൻ ലോട്ടറി എടുക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നുമില്ല. നമ്മുടെ ലോട്ടറി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നശിക്കുള്ളൂ. നമ്മളതുകൊണ്ട് ലോട്ടറി എടുക്കാൻ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നതല്ല. നിങ്ങളുടെ ഭാഗ്യ പരീക്ഷിക്കുക, നിങ്ങളുടെ സ്വയം ഇതോടുകൂടി നിങ്ങൾ എടുക്കുക. എന്നോട് ഇത് പറഞ്ഞിട്ട് എടുക്കരുത്, ഞാൻ പറഞ്ഞതുകൊണ്ട് ആരും എടുക്കരുത്. അപ്പം നിങ്ങൾ ഒരുപാട് ഞാൻ ചോദിച്ചു, നമ്മൾ അധ്വാനിച്ചാൽ മാത്രമേ നമുക്ക് ജീവിക്കാനായിട്ട് പറ്റുള്ളൂ. നമുക്കൊരു ലോട്ടറി മറ്റുള്ള കാര്യങ്ങൾ എടുത്ത് നമ്മുടെ ഭാഗ്യം പരീക്ഷിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്. അപ്പോൾ എന്നാലും അദ്ദേഹം ചോദിച്ചു, എന്നാലും എൻ്റെ ചെരുമേനി ഞാൻ ഇത്രയും വർഷമായിട്ട് ഞാൻ ലോട്ടറി എടുക്കുകയാണ്, എനിക്ക് 1 രൂപ പോലും പ്രൈസായിട്ട് അടിച്ചിട്ടില്ല, അതായത് അങ്ങനെയുള്ള പ്രൈസും കാര്യങ്ങളൊന്നും അടിച്ചിട്ടില്ല. അപ്പോൾ എന്താ ഇതിനൊരു പരിഹാരം അല്ലെങ്കിൽ ഒരു മാർഗം, ലോട്ടറി അടിക്കാനുള്ളൊരു മാർഗം, എന്തെങ്കിലും ഒരു പൂജ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തൊരു ഇതാണ്, നിങ്ങൾക്കും കൂടെ ഒന്ന് ഉപകാരപ്പെട്ടിട്ടെന്ന് കരുതി ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ ഒരിക്കലും ലോട്ടറി എടുക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അപ്പോൾ ഇനി വിഷുവമ്പറൊക്കെ അടുത്ത് വരാനുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നാണ് ഞാൻ അതിനെക്കുറിച്ച് പറയണത്. അപ്പോൾ വിഷുവമ്പറ വരുന്നുണ്ട്, പിന്നെ അല്ലാതെ എല്ലാ ദിവസവും ലോട്ടറിയൊക്കെ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നത് ഉണ്ട്, അതിന് എടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഇതിനു മുമ്പും ഓരോരുത്തർക്ക് പറഞ്ഞു കൊടുത്തിരിക്കുന്ന ഒരു ടിപ്പാണ്, അല്ലെങ്കിൽ ഒരു എളുപ്പ വഴിയാണ് പറയണത്. നിങ്ങളും ഒന്ന് പരീക്ഷിച്ച് നോക്കൂ കേട്ടോ. പരീക്ഷ നോക്കാനേ പറയണുള്ളൂ. നിങ്ങൾ ലോട്ടറി എടുക്കാൻ ഞാൻ പ്രോത്സാഹിക്കണമില്ല. നമ്മളത് അധ്വാനിച്ച് നമ്മുടെ കാര്യങ്ങൾ നോക്കുക, വെറുതെ ലോട്ടറി എടുത്ത് സമയം കളയാതെ കേട്ടോ. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം അദ്ദേഹത്തിൻ്റെ ജാതകം ഒന്ന് പരിശോധിച്ചു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നാളൊക്കെ ഒന്ന് പരിശോധിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗ്യ നമ്പർ, അപ്പോൾ ഓരോ നക്ഷത്രത്തിനനുസരിച്ചിട്ടല്ല കേട്ടോ, നമ്മുടെ ജാതകത്തിനനുസരിച്ചിട്ടാണ് ഇത് വരിക. അപ്പോൾ പൊതുഫലം അനുസരിച്ചിട്ട് ഓരോ നമ്പറുകൾ പറയും, പക്ഷേ ജാതക പ്രകാരം നമ്മുടെ ഭാഗ്യ നമ്പർ, ഭാഗ്യ ദിവസം, ഇത് രണ്ടുമാണ് നമ്മുടെ ഭാഗ്യത്തെ പ്രതികരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഭാഗ്യ നമ്പറും എടുക്കുക. ഭാഗ്യ നമ്പർ ഏതാണെന്ന് നിങ്ങൾ ജ്യോതിഷ പ്രകാരം കണ്ടെത്തുക. ജ്യോതിഷനോട് നമ്മുടെ ജാതകം വെച്ച് പരിശോധിക്കുക. ഭാഗ്യ നമ്പറും അതുപോലെ ഭാഗ്യ ദിവസം ഒക്കെ നോക്കുക. എന്നിട്ട് ഈ രണ്ട് ഒന്നിച്ച് ആ ഭാഗ്യ ദിവസത്തിൻ്റെ അന്ന്, ചിലവർക്ക് വ്യാഴാഴ്ച ആയിരിക്കും, ചിലപ്പോൾ വെള്ളിയാഴ്ച, ചിലപ്പോൾ ഞായറാഴ്ച ആയിരിക്കും. ഇപ്പോൾ വിശാഖ നക്ഷത്രത്തിനൊക്കെ വ്യാഴാഴ്ച ദിവസമാണ്. അപ്പം ജാതകം വെച്ചിട്ട് നിങ്ങളുടെ ജാതകത്തിൽ ഏതാണോ നിങ്ങളുടെ ഭാഗ്യ ദിവസം ദിവസം എടുക്കുക. നിങ്ങളുടെ ഭാഗ്യ നമ്പർ വിശാഖത്തിന് ഇപ്പോൾ വരാണെങ്കിൽ 7 0 ആണെന്ന് തോന്നുന്നു, കറക്റ്റായിട്ട് ഞാൻ നോക്കിയിട്ട് പറയാം. അപ്പോൾ അങ്ങനെയാണ് എടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100% ഇപ്പോൾ 100 ലോട്ടറി അടിച്ചിരിക്കും. അപ്പോൾ ഇന്നലെ വന്ന ചേട്ടന് എങ്ങാണ്ട് 2ാം സമ്മാനമോ 3ാം സമ്മാനം എങ്ങാണ്ട് പ്രൈസ് അടിച്ചു, ഇത്രയൊന്നും പറഞ്ഞില്ല കറക്റ്റായിട്ട്. അപ്പോൾ എനിക്ക് കുറച്ച് പൈസ കൊണ്ട് ഇത് വന്നു പുള്ളിക്കാരൻ. അപ്പം എനിക്കൊന്നും വേണ്ട, എനിക്ക് ഫലമൂലാദികൾ, അതായത് എന്തെങ്കിലും ആപ്പിൾ, ഓറഞ്ച്, മുന്തിരി സാധനങ്ങളൊക്കെ മേടിച്ച് ഭഗവാനെ കൊണ്ട് സമർപ്പിച്ചാൽ മതി, എനിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ എനിക്കൊരു കുറച്ച് പൈസ എനിക്കറിയില്ല എത്ര ഉണ്ടെന്ന് അറിയില്ല, കുറച്ച് 500 നോട്ടുകളാണ്. എന്നാലും ഒരു 10 500 അല്ലെങ്കിൽ 15 500 എങ്ങാണ്ട് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എങ്ങനെ വന്നാലും ഒരു 10 10,000 അടുത്ത് ഉണ്ടാവുമായിരിക്കും എന്ന് തോന്നണം. 10 5,000 15,000 കൊണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കത് വേണ്ട, നിങ്ങൾ അങ്ങനെ കൊണ്ടൊന്ന് ഭഗവാന് സമർപ്പിക്കൂ, അല്ലെങ്കിൽ ഭഗവാനൊരു എണ്ണ മേടിച്ചു കൊടുക്കൂ, 1 കുപ്പി എണ്ണ മേടിച്ചു കൊടുക്കൂ, അല്ലെങ്കിൽ ഇത് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷ നോക്കൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ലോട്ടറി ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രോത്സാഹിപ്പിക്കുന്നതല്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്കും ഒരു ഉപകാരപ്പെടട്ടെ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം. നമഃ ശിവായ, നമോ നാരായണായ.